ഷൈനിങ് ഹോംസിലേക്ക് സ്വാഗതം. പത്തനാപുരം പ്രിൻസിന്റെയും ലിസിയുടെയും നെല്ലിക്കൽ വീട്. വീടിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ ഉള്ളത്. സിറ്റ് ഔട്ടിന്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനായി ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. വുഡും ഗ്ലാസും മിക്സ് ചെയ്ത ഡബിൾ ഷട്ടറാണ് ഫ്രണ്ട് ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ കടന്ന് നാം എത്തുന്നത് ഡ്രോയിങ് റൂമിലോട്ടാണ്. ഡ്രോയിങ് റൂമിന്റെ സീലിംഗ് പല ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഐവറി കളർ മിക്സിംഗ് ആണ് ഈ റൂമിന്റെ കളർ തീമായി കൊടുത്തിരിക്കുന്നത്. അതിന് അനുയോജ്യമായ രീതിയിൽ സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്യുന്നതിനായി ഒരു വാൾ വുഡൻ ആൻഡ് വയലറ്റിന്റെ ഒരു മിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടി വി വയ്ക്കുന്ന യൂണിറ്റ് ഇന്റീരിയർ വർക്കിന്റെ ഭാഗമായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്ങിൽ നിന്നും ഡയറക്റ്റായി ഡൈനിങ് ഏരിയയിലോട്ടാണ് നാം കടന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ തന്നെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്, ഫാമിലി മെമ്പേഴ്സിന് ഒത്തുകൂടാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആയിരിക്കും ഈ വീട്ടിലെ കൂടുതലായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് മാറുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലോട്ടും കിച്ചണിലോട്ടുമുള്ള എൻട്രികൾ ചെയ്യുന്നത്. ഈ ഡൈനിങ് സ്പേസിന്റെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്റീരിയറിലെ ചെറിയ നിഷുകളും ഇതെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ കളർ തീം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡൈനിങ് റൂമിന്റെ ഒരു ചുവരിലായി ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഒരു വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്.
ഡ്രോയിങ്ങിൽ നിന്നും ഡയറക്ട് വ്യൂവിൽ വരുന്ന ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മനോഹരമായ ഒരു പെയിന്റിംഗ് ഉപയോഗിച്ചാണ്. വളരെ എലഗന്റ് ആയ ഒരു പെയിന്റിംഗ് ആണ്. ഷേഡ് വർക്ക് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ബെഡ്റൂമിലോട്ടുള്ള എൻട്രി വരുന്ന ഭാഗത്ത് വരുന്ന ഈ ചുവരുകൾ മനോഹരമായ പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബെഡ്റൂമിലോട്ട് നാം എൻട്രി ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. മജന്തയാണ് ഈ റൂമിന്റെ കളർ തീം എന്ന് തന്നെ പറയാം. പെയിന്റ് ഫിനിഷ് ആണ് കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. റൂമിന്റെ കളർ തീമിനോട് ഇണങ്ങുന്ന രീതിയിൽ മജന്തയും വൈറ്റും മിക്സ് ചെയ്താണ് കബോർഡ് പെയിന്റ് ഫിനിഷിൽ തീർത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ ഹൈലൈറ്റ് വാളായി ചെയ്തിരിക്കുന്നത് ഈ ഒരു ചുമരാണ്. ഇന്റീരിയറിന്റെ ഭാഗമായി മജന്തയും വൈറ്റും തന്നെയാണ് ഹൈലൈറ്റ് വാളിലും ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗ് വളരെ സിമ്പിളായി എന്നാൽ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ റൂമിന്റെ കളർ തീമിന് ഇണങ്ങുന്ന രീതിയിലുള്ള കളർ കോഡ് തന്നെയാണ് ഡ്രസ് റൂമിനും കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കുട്ടികളുടെ ബെഡ്റൂമാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വയലറ്റ് ആൻഡ് ഗ്രീൻ ആണ്. അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് കർട്ടനുകളും മറ്റുള്ള അറേഞ്ച്മെന്റ്സും കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ഒരു വാൾ ചെയ്തിട്ടുണ്ട്. അതിനെ വയലറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗും ഹാങ്ങിങ് ലൈറ്റുകളും കൊണ്ടും ഈ റൂമും വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഈ റൂമിന് അറ്റാച്ച് ചെയ്ത് ഒരു ബാത്റൂം ഉണ്ട്.
വളരെ വ്യത്യസ്തമായ ഒരു കളർ തീമാണ് കിച്ചന് കൊടുത്തിരിക്കുന്നത്. ഐവറിയുടെയും കോഫി ബ്രൗണിന്റെയും ഒരു കോമ്പിനേഷനാണ് നാം ഇവിടെ കാണുന്നത്. കിച്ചണിൽ നിന്നും നാം എൻട്രി ചെയ്യുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സജ്ജീകരണവും ഉണ്ട്. കിച്ചണിനോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോർ റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഇതിന്റെ ഓണർ പ്രിൻസ്. ആദ്യമായിട്ട് ഫോണിലായിരുന്നു ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടത്. ഫോണും വാട്സപ്പും മുഖേനയായിരുന്നു ഇതിന്റെ ഡിസൈനിങ്ങും എലിവേഷന്റെയും മേജർ പാർട്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. വിദേശത്തായതുകൊണ്ട് ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്സപ്പും ഇമെയിലും അതുപോലെ തന്നെ ഫോണും അത് വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഡിസൈൻ പാർട്ട് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തത്. വർക്ക് തുടങ്ങുമ്പോഴാണ് ക്ലയന്റ് സ്ഥലം ഒരുമിച്ച് വന്ന് കാണുന്നതിനും മറ്റുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2-3 വിസിറ്റ് കൊണ്ട് തന്നെ ക്ലയന്റിനെ ഇതേപോലെയുള്ളൊരു സുന്ദര ഭവനം യാഥാർത്ഥ്യമാക്കി എടുക്കാനും പറ്റി. വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലും. ബെഡ്റൂമുകൾ തമ്മിൽ 2 സൈഡിലായ കാരണം പ്രൈവസിയും ഒരുപാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹാളും അതുപോലെ തന്നെ ഫാമിലി സിറ്റിങ്ങും ഡൈനിങ്ങും കിച്ചനും എല്ലാം ചേർന്നുകൊണ്ട് അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീട് ഡിസൈൻ ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എലിവേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലയന്റിന്റെ പ്രധാന ആവശ്യം 2-3 ലെവലിലുള്ള റൂഫുകൾ വേണമെന്നായിരുന്നു. അത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമ്മൾക്ക് പല ലെവലിലുള്ള റൂഫ് തന്നെ നമുക്ക് നൽകുവാൻ പറ്റിയിട്ടുണ്ട്. എന്നാലോ വീടിന് അതൊരു ആവശ്യം ആണ് താനും. പല ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഭംഗിയും കുറച്ച് കൂട്ടി എടുക്കാൻ പറ്റി. അത് അവരുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. സിംഗിൾ കർവാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. വുഡും സ്റ്റീലും മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷനാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഡബിൾ ഹൈറ്റ് വരുന്ന ചുവർ ഹൈലൈറ്റ് ചെയ്യുന്നത് വൈറ്റ് സ്ട്രിപ്സും ഡാർക്ക് കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വാൾപേപ്പർ ഫീൽ നൽകുന്ന ഒരു പെയിന്റിംഗ് വർക്കാണ്. മറ്റു ചുവരുകളും ഹൈലൈറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഇന്റീരിയർ ഡിസൈൻ കൊടുത്തുകൊണ്ടാണ്.
സ്റ്റെയർ കേസ് കയറി വരുന്നത് മുകളിലെ നിലയിലെ ലിവിംഗ് റൂമിലോട്ടാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഫ്രണ്ടിലോട്ടായി ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്നും താഴത്തോട്ട് നോക്കിയാൽ വളരെ മനോഹരമായി തന്നെ താഴത്തെ ലിവിംഗ് റൂമും നമുക്ക് വിസിബിൾ ആണ്. ഈ ലിവിംഗ് റൂമിന്റെ ഒരു ചുവർ ഹൈലൈറ്റ് വാളായി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനായി സ്പെഷ്യൽ കളർ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും സീലിംഗ് വർക്കുകളും ഈ റൂമിനെ വളരെ മനോഹരമാക്കുന്നു. ഈ റൂമിനും ഒരു ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ബാത്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. നമ്മൾ വീട് പണിയുമ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് സൂപ്പർ സ്ട്രക്ചർ. അത് എന്താണ്? പിന്നെ അത് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ച് സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്, സബ്സ്ട്രക്ചറും ഉണ്ട്. മണ്ണിന്റെ താഴെ പോകുന്ന ഭാഗങ്ങൾ സബ്സ്ട്രക്ചറും മണ്ണിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ സൂപ്പർ സ്ട്രക്ചറിലും പെടും. സൂപ്പർ സ്ട്രക്ചർ മെയിൻലി ഫ്രെയിംഡ് ബിൽഡിംഗ് ഉണ്ട്, വാൾ ബെയറിംഗ് ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഭൂമിയുടെ മുകളിലേക്ക് വരുന്നതെല്ലാം നമ്മൾ സൂപ്പർ സ്ട്രക്ചറിന്റെ കാറ്റഗറിയിൽ പെടും. അതായത് വെട്ടുകല്ലിൽ പണിയുന്നത്, ലിൻഡല്, സ്ലാബ്, അതേപോലെ ആ വരുന്നതെല്ലാം സൂപ്പർ സ്ട്രക്ചറിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിനകത്താണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ മാക്സിമം ഒരു 20% ആണ് സബ്സ്ട്രക്ചറിൽ വരുന്നത്. ബാക്കി 80% സൂപ്പർ സ്ട്രക്ചറിലാണ് വരുന്നത് സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച്. മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ പൈൽ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ബാക്കി വരുന്നതൊക്കെ അതിന്റെ സബ്സ്ട്രക്ചറിൽ വരും. ബാക്കി അതിന് മുകളിലേക്കുള്ള നിലകളാണ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത്. സാധാരണ വീടുകൾ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. വാൾ ബെയറിംഗ് രീതിയിലും ചെയ്യുന്നുണ്ട്, ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ടും ചെയ്യുന്നുണ്ട്. വാൾ ബെയറിംഗ് എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ വാളിലാണ് ലോഡ് എടുക്കുന്നത്. വാളാണ് ആ മൊത്തം ഭാരം ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സമയം ഫ്രെയിംഡ് ബിൽഡിംഗ് ആണെങ്കിൽ ആ വരുന്നതിലെ ലോഡ് പില്ലർ മുഖേന, അത് കോളം വഴിയാണ് നമ്മൾ അതിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് താഴോട്ടേക്ക് വരുന്നത്. അതാണ് മെയിൻലി ഇതിന്റെ ഡിഫറൻറ്റ്. വീടുകളെ സംബന്ധിച്ച് ഇപ്പോൾ അധികം വരുന്നത് സൂപ്പർ സ്ട്രക്ചർ ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ടാണ് ചെയ്യുന്നത്. ഈ ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് എർത്ത് വേക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതാണ് വളരെ നല്ലത്. എർത്ത് വേക്കിനൊക്കെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യും. ആ സമയം വാൾ ബെയറിംഗ് സ്ട്രക്ചർ അത്രയ്ക്ക് റെസിസ്റ്റ് ചെയ്യില്ല എർത്ത് വേക്ക് അങ്ങനെ വരുന്നതിനെല്ലാം. ഇതാണ് ഈ സൂപ്പർ സ്ട്രക്ചർ, സബ് സ്ട്രക്ചർ അതിനെല്ലാം ഉദ്ദേശിക്കുന്നത്.